ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ നടപടി. മാനൂർപാലം പരിസരത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ 2 പേരെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് പേപ്പട്ടിയാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തിയതിനു പിന്നാലെയാണിത്. ഈ പേപ്പട്ടി മറ്റു തെരുവ് നായ്ക്കളെ കൂടി കടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മൃഗസംരക്ഷണ വകുപ്പ് നൽകിയ ശുപാർശ പരിഗണിച്ചാണ് മുഴുവൻ തെരുവ് നായ്ക്കളെയും കുത്തിവയ്പിന് വിധേയമാക്കാൻ നഗരസഭയുടെ നീക്കം. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണിത്. ആദ്യം മാനൂർ പാലം ഉൾപ്പെടുന്ന വാർഡിൽ നിന്നാണ് തുടക്കം. ഈ ആഴ്ച തന്നെ ആദ്യ 4 വാർഡുകളിൽ കുത്തിവയ്പ് പൂർത്തിയാക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു. നായ്ക്കളെ പിടിച്ച് അവിടെ വെച്ച് തന്നെ കുത്തിവയ്പിന് വിധേയമാക്കി തുറന്നുവിടുന്നതാണ് രീതി. 1 മാസം മുൻപാണ് പ്രഭാത സവാരിക്കിറങ്ങിയ മാനൂർ സ്വദേശിയായ 70-കാരിയെയും ഈസ്റ്റ്പാലം സ്വദേശിയെയും നായ കടിച്ചത്. ഇതിനു പിന്നാലെ നാട്ടുകാരും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് പിടികൂടിയ നായയെ നിരീക്ഷിച്ച ശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പിന്നാലെ കുത്തിവയ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് മൃഗസംരക്ഷണ വകുപ്പ് നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നു. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.